CPM-നെ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം ഞെട്ടുന്ന വാർത്ത അധികം താമസിക്കാതെ പുറത്തുവരുമെന്നും അതിനായി കാത്തിരിക്കാനും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ കോൺഗ്രസ് അംഗം S. ശ്രീജയുടെ ആത്മഹത്യയിൽ CPM-നെ പങ്കുണ്ടെന്നും VD സതീശൻ ആരോപിച്ചു. ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, GST വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരിക, വലിയ അഴിമതി ആരോപണങ്ങൾ വരിക. ഇപ്പോൾ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം മേടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത്. വരാനിരിക്കുന്ന ദിവസം GST വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ്, വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർഗോഡത്തെ ആ കേസ്, ആ കമ്പനിയുടെ കേസ്. വ്യാപകമായ അഴിമതി ദല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് GST ഇന്റലിജൻസിന്റെ പേര്. CPM അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത്, പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ്. അവർ പണം സമ്പാദിക്കുകയാണ്. GST വെച്ചിട്ട് GST കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ്. GST ഭരണം തന്നെ, ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുക. അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ്. ഒരുപാട് കഥകൾ വരാൻ പോവാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോയിൽ കമ്പനി. അവരെനിക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്കും പരാതി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ. അവർ ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരൻ ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതുമുണ്ട്. അപ്പോൾ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് GSTയിൽ വലിയ അഴിമതി നടക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് GSTയിൽ നടക്കുന്ന അഴിമതി. അല്ല, അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ, ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ, ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണം, മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം, കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട്, അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല, CPM-കാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്. ഇത് CPM നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദൻ്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്കൊരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്ക്. ആ MLA-മാരുടെ, റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് ME ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക്
ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താൽ മതി.